നമസ്കാരം. ബീഹാറിലെ തസ്കര സംഘത്തെക്കുറിച്ചുള്ള കഥകൾ ഇന്നലെ നമ്മൾ പരിശോധിച്ചിരുന്നു. എത്രത്തോളം ഭീകരമാണ് അവിടുത്തെ സാഹചര്യങ്ങളെന്നും അതിലൂടെ വ്യക്തമായി. ഇപ്പോൾ ചരിത്രത്തിൽ ആദ്യമായി ബീഹാറിൻ്റെ ഭരണം BJPയുടെ കൈകളിലെത്തിയ സമയമാണ്. അതുകൊണ്ട് തന്നെ UP മോഡലിൽ ബീഹാറിനെ ക്ലീൻ ആക്കാൻ ഒരുങ്ങുകയാണ് മുഖ്യമന്ത്രി സമ്രാട് ചൗധരി. കുറ്റവാളികൾക്കെതിരെ NDA സർക്കാർ പ്രഖ്യാപിച്ച സീറോ ടോളറൻസ് നയത്തിൻ്റെ ഭാഗമായി ബീഹാർ പോലീസിൻ്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഓപ്പറേഷൻ ലെങ്ഡ എന്ന കർശനമായ കുറ്റകൃത്യ അടിച്ചമർത്തൽ നടപടി തുടങ്ങിക്കഴിഞ്ഞു. സമ്രാട് ചൗധരി മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ 2026 ഏപ്രിൽ 15 മുതൽ മെയ് 22 വരെയുള്ള ആദ്യത്തെ 37 ദിവസങ്ങളിൽ 11 എൻകൗണ്ടറുകളാണ് നടന്നത്. ഇതിൽ 2 ക്രിമിനലുകൾ കൊല്ലപ്പെടുകയും 9 പേർക്ക് കാലിന് വെടിയേൽക്കുകയും ചെയ്തു. തലസ്ഥാനമായ പട്നയിൽ മാത്രം ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ നിരവധി കുറ്റവാളികളെയാണ് പോലീസ് ഇത്തരത്തിൽ വെടിവെച്ച് വീഴ്ത്തിയത്. പട്ന, സിവാൻ, ഭാഗൽപൂർ, നവാദ, സമസ്തിപൂർ എന്നീ ജില്ലകളിലാണ് പ്രധാനമായും ഈ വെടിവെപ്പുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. പക്ഷേ സമീപകാലത്ത് നടക്കുന്ന മിക്ക ഹാഫ് എൻകൗണ്ടറുകളും വ്യാജമാണെന്നും പോലീസ് പ്രതികളെ മനഃപൂർവ്വം സ്റ്റേഷനിലോ വിജനമായ സ്ഥലത്തോ എത്തിച്ച് കാലിൽ വെടിവെക്കുകയാണെന്നും പ്രതിപക്ഷ കക്ഷികളും മനുഷ്യാവകാശ പ്രവർത്തകരും ആരോപിക്കുന്നുണ്ട്. മനുഷ്യാവകാശ സംഘടനകളും ഇതിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. അവർ ചൂണ്ടിക്കാണിക്കുന്നത് കള്ളന്മാരെക്കാൾ പോലീസ് മോശമായിരുന്ന പഴയ കാലമാണ്. ബീഹാറിൽ ആദ്യകാലം തൊട്ടേ തസ്കര സംഘങ്ങളെക്കാൾ വൃത്തികെട്ടവരായിരുന്നു പോലീസ്. തങ്ങൾക്ക് പണം തരാത്ത കവർച്ചാ സംഘങ്ങളെ മാത്രമാണ് അവർ അടിച്ചമർത്തുക. അത്തരം അടിച്ചമർത്തൽ നടപടിയും അതിലേറെ ക്രൂരമായിരുന്നു. അതിലൊന്നാണ് ഇന്ത്യയെ നാണം കെടുത്തിയ ഭഗൽപൂർ അന്തമാക്കൽ സംഭവം. ഈയിടെ BBC അത് വീണ്ടും റിപ്പോർട്ട് ചെയ്തു. ലോകത്തെ നടുക്കിയ പോലീസ് ക്രൂരത എന്ന തലക്കെട്ടിൽ 1979 ഒക്ടോബർ മുതൽ 1980 ജൂലൈ വരെയുള്ള കാലയളവിൽ ബീഹാറിലെ ഭഗൽപൂർ ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ വെച്ച് വിചാരണ നേരിടുന്ന 31-ലധികം യുവാക്കളുടെ കണ്ണുകൾ പോലീസ് ക്രൂരമായി കുത്തിപ്പൊട്ടിക്കുകയും അതിലേക്ക് ആസിഡ് ഒഴിക്കുകയും ചെയ്യുകയായിരുന്നു. അക്കാലത്ത് ഭഗൽപൂർ ജില്ലയിൽ കൊള്ളയും കൊലപാതകങ്ങളും പിടിച്ചുപറിയും വളരെ കൂടുതലായിരുന്നു. കുറ്റവാളികളെ പിടികൂടി കോടതിയിൽ ഹാജരാക്കിയാലും നിയമത്തിലെ പഴുതുകൾ ഉപയോഗിച്ച് അവർ ജാമ്യത്തിലിറങ്ങി വീണ്ടും കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് പോലീസിനെ പ്രകോപിപ്പിച്ചു. ഇതിനൊരു സ്ഥിരമായ പരിഹാരം എന്ന നിലയിലാണ് കുറ്റാരോപിതരായ യുവാക്കളെ എന്നേക്കുമായി അന്തരാക്കാൻ പോലീസ് തീരുമാനിച്ചത്. ഈ ക്രൂരതയ്ക്ക് ഔദ്യോഗികമായി ഒരു പേരിട്ടിരുന്നില്ലെങ്കിലും പ്രാദേശികമായി ഇതിനെ ഗംഗാജൽ ഓപ്പറേഷൻ എന്നാണ് വിളിച്ചിരുന്നത്. ആസിഡിനെ വിശുദ്ധമായ ഗംഗാജലം എന്ന പരിഹാസത്തോടെ പോലീസ് വിശേഷിപ്പിച്ചു. സംശയമുള്ളതോ അല്ലെങ്കിൽ കേസിൽ ഉൾപ്പെട്ടതോ ആയ 22-നും 30-നും ഇടയിൽ പ്രായമുള്ള യുവാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുക്കും. എന്നിട്ട് അവരെ നിലത്ത് കിടത്തെ കൈകാലുകൾ കെട്ടിയിട്ട ശേഷം ചാക്ക് തിന്നാൻ ഉപയോഗിക്കുന്ന വലിയ സൂചികളോ സൈക്കിൾ സ്പോക്കുകളോ ഉപയോഗിച്ച് കണ്ണുകൾ കുത്തിപ്പൊട്ടിക്കും. എന്നിട്ട് കൺപോളകൾക്കിടയിലൂടെ സൾഫ്യൂരിക് ആസിഡ് സിറിഞ്ച് വഴിയോ ഡ്രോപ്പർ വഴിയോ ഒഴിക്കും. ഇതോടെ കണ്ണിൻ്റെ കോർണിയയും ആന്തരിക ഘടനയും പൂർണ്ണമായി കരിഞ്ഞു പോവുകയും കാഴ്ച എന്നേക്കുമായി നഷ്ടപ്പെടുകയും ചെയ്യും. ജയിലിൽ വെച്ചാണ് ഈ സംഭവം പുറലോകമറിഞ്ഞത്. ഭഗൽപൂർ സെൻട്രൽ ജയിലിലെ സൂപ്രണ്ടായിരുന്ന ബച്ചോലാൽ ദാസ് എന്ന ഉദ്യോഗസ്ഥൻ ജയിലിലെത്തിയ അന്ധരായ തടവുകാരുടെ അവസ്ഥ കണ്ട് ഞെട്ടുകയും അവരുടെ പരാതികൾ ഒപ്പിട്ട് ബീഹാർ IGക്ക് അയക്കുകയും ചെയ്തു. എന്നാൽ മാസങ്ങളോളം സർക്കാർ ഇത് പൂഴ്ത്തിവെച്ചു. ഒടുവിൽ ഈ വിവരങ്ങൾ ചോർന്നു കിട്ടിയ പ്രമുഖ മാധ്യമപ്രവർത്തകനായ അരുൺ ഷോരിയുടെ നേതൃത്വത്തിൽ കൽക്കട്ട സൺഡേ മാഗസിൻ ഈ വാർത്ത പുറത്തുവിട്ടതോടെയാണ് രാജ്യം മുഴുവൻ ഈ ക്രൂരത അറിഞ്ഞത്. വാർത്ത പുറത്തു വന്നതോടെ പാർലമെന്റ് സ്തംഭിച്ചു. അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി തനിക്കിത് കേട്ട് ശാരീരികമായി അസ്വസ്ഥത തോന്നി എന്ന് വെളിപ്പെടുത്തുകയും അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. ഇതിന് ഉത്തരവാദികളായ DCP ഉൾപ്പെടെ 14-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും അവർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കുകയും ചെയ്തു. ഖത്രി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ എന്ന ഈ പ്രശസ്തമായ കേസിൽ ഭരണഘടന ഉറപ്പു നൽകുന്ന ജീവിക്കാനുള്ള അവകാശത്തിന്റെ ലംഘനത്തിന് ഇന്ത്യയിൽ ആദ്യമായി ഇരകൾക്ക് സർക്കാർ നഷ്ടപരിഹാരം നൽകാൻ സുപ്രീം കോടതി ഉത്തരവിട്ടു. ഈ സംഭവത്തിന്റെ ഏറ്റവും ഭയപ്പെടുത്തുന്ന വശം പോലീസിന്റെ ഈ ക്രൂരതയ്ക്ക് ഭഗൽപൂരിലെ സാധാരണ ജനങ്ങളിൽ വലിയൊരു വിഭാഗത്തിന്റെ പിന്തുണയുണ്ടായിരുന്നു എന്നതാണ്. കുറ്റവാളികൾ അന്ധരായതോടെ തങ്ങളുടെ നാട്ടിൽ കവർച്ചകൾ കുറഞ്ഞു എന്ന് വിശ്വസിച്ച ജനങ്ങൾ സസ്പെൻഡ് ചെയ്യപ്പെട്ട പോലീസുകാരെ അനുകൂലിച്ച് വലിയ പ്രകടനങ്ങൾ വരെ നടത്തി. പ്രശസ്ത ബോളിവുഡ് സംവിധായകൻ പ്രകാശ് ജ ഗംഗാജൽ എന്ന സിനിമ ഭഗൽപൂരിൽ നടന്ന ഈ യഥാർത്ഥ സംഭവങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിച്ചതാണ്. ലാലുവിൻ്റെ ജംഗിൾ രാജിന് ശേഷം അധികാരത്തിലേറിയ നിതീഷ് കുമാറും ബീഹാറിൻ്റെ ക്രമസമാധാനം നിലനിർത്താൻ പോലീസിന് ഏറെ അധികാരം നൽകി. പക്ഷേ അത് വല്ലാതെ ദുരുപയോഗം ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. തുടകളിലും ഉള്ളം കാലിലും കൈത്തണ്ടകളിലും ആണികൾ അടിച്ചു കയറ്റി പോലീസ് പ്രതികളെ തല്ലിക്കൊന്ന സംഭവം ബീഹാറിലുണ്ടായി. 2019 മാർച്ച് 6-7 തീയതികളിലാണ് സീതാമർഹി ജില്ലയിലെ ദുംറ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മുഹമ്മദ് തസ്ലീം അൻസാരി, മുഹമ്മദ് ഗുഫ്രാൻ ആലം എന്നീ യുവാക്കൾ ക്രൂരമായി കൊല്ലപ്പെട്ടത്. ഒരു മോട്ടോർ സൈക്കിൾ മോഷണവും അതിൻ്റെ ഉടമസ്ഥൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിൽ ചോദ്യം ചെയ്യാനാണ് ഈ യുവാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. 24 മണിക്കൂറിനുള്ളിൽ ഇവർ മരണപ്പെട്ടു. മരണശേഷം സംസ്കാര ചടങ്ങുകൾക്കായി മൃതദേഹം കഴുകിയപ്പോഴാണ് വീട്ടുകാർ ക്രൂരമായ പീഡന വിവരങ്ങൾ കാണിക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും പുറത്തുവിട്ടത്. പ്രതികളുടെ ഉള്ളം കാൽ, തുടകൾ, കൈത്തണ്ടകൾ എന്നിവിടങ്ങളിൽ ഇരുമ്പാണികൾ അടിച്ചു കയറ്റിയിരുന്നു. 2 പേരുടെയും കൈകാലുകൾ അടിച്ച് ഒടിച്ച നിലയിലായിരുന്നു. ഇവരുടെ ശരീരത്തിൽ ഇലക്ട്രിക് ഷോക്ക് ഏൽപ്പിച്ചതിൻ്റെ അടയാളങ്ങളും ഉണ്ടായിരുന്നു. ജനനേന്ദ്രിയങ്ങളിൽ മാരകമായി പരിക്കേൽപ്പിക്കുകയും ബോധം കെടുന്നതുവരെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. ഈ സംഭവം മാധ്യമങ്ങൾ ഏറ്റുപിടിച്ചതോടെ സർക്കാർ പ്രതിരോധത്തിലായി.
കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ കൊലപാതക കുറ്റത്തിന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തു. ദുംറ പോലീസ് സ്റ്റേഷൻ ഇൻചാർജായിരുന്ന ചന്ദ്രഭൂഷൺ സിംഗ് ഉൾപ്പെടെ 5 പോലീസുകാരെ അടിയന്തരമായി അന്ന് സസ്പെൻഡ് ചെയ്തു. സീതാമർഹി പോലീസ് സൂപ്രണ്ടിനെ സ്ഥലം മാറ്റി. കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ പ്രതിയായ സ്റ്റേഷൻ ഓഫീസർ ചന്ദ്രഭൂഷൺ സിംഗിനെ അറസ്റ്റ് ചെയ്തെങ്കിലും മറ്റ് പോലീസുകാരുടെ ഒത്താശയോടെ ഇയാൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ ചാടിപ്പോയത് വലിയ വിവാദമായി. പിന്നീട് ദുംറ SHO ചന്ദ്രഭൂഷൺ കുമാർ, സബ് ഇൻസ്പെക്ടർ കുമാരി, കോൺസ്റ്റബിൾമാരായ മുന്ന കുമാർ, രവിരാജ്, പങ്കജ് കുമാർ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. കേസിൽ നിലവിൽ അന്തിമ കോടതി വിധി വന്നിട്ടില്ല. അന്വേഷണം പൂർത്തിയാക്കി ഇവർക്കെതിരെ വിചാരണ നടപടികൾ പുരോഗമിക്കുകയാണ്. പട്ന ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഈ കേസിൽ ഇടപെട്ടിരുന്നു. 2019 ഒക്ടോബറിൽ ബീഹാർ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഈ ക്രൂരതയ്ക്കിരയായ തസ്ലീമിന്റെ മാതാപിതാക്കൾക്ക് 5 ലക്ഷം രൂപയും ഗുഫ്രാന്റെ ഭാര്യയ്ക്ക് 7 ലക്ഷം രൂപയും നഷ്ടപരിഹാരം നൽകാൻ ബീഹാർ സർക്കാരിനോട് ഉത്തരവിട്ടു. മരിക്കുമ്പോൾ മുഹമ്മദ് തസ്ലീം അൻസാരിക്ക് 32 വയസ്സും മുഹമ്മദ് ഗുഫ്രാൻ ആലത്തിന് 30 വയസ്സുമായിരുന്നു. ഇവരുടെ കുടുംബാംഗങ്ങളുടെയും നാട്ടുകാരുടെയും വാദപ്രകാരം ഇവർക്ക് മുൻപ് യാതൊരുവിധ ക്രിമിനൽ പശ്ചാത്തലവും ഉണ്ടായിരുന്നില്ല. സംശയത്തിന്റെ പേരിലാണ് പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. മുസാഫർപൂർ സ്വദേശിയായ രാജേഷ് കുമാർ എന്ന വ്യക്തിയുടെ മോട്ടോർ സൈക്കിൾ മോഷ്ടിക്കപ്പെടുകയും അതിന്റെ അന്വേഷണത്തിനിടയിൽ അദ്ദേഹം കൊല്ലപ്പെടുകയും ചെയ്തതാണ് വിവാദ സംഭവം. ഇതിൽ പങ്കുണ്ടെന്ന് സംശയിച്ചാണ് അർദ്ധരാത്രിയിൽ ബീഹാറിലെ രാംദിഹ ഗ്രാമത്തിൽ നിന്ന് ചകിയ പോലീസ് ഈ 2 യുവാക്കളെയും കസ്റ്റഡിയിലെടുക്കുന്നത്. ഇവരെ ആദ്യം പ്രാദേശിക പോലീസ് സ്റ്റേഷനിലാണ് എത്തിച്ചതെങ്കിലും പിന്നീട് ചോദ്യം ചെയ്യാനായി ഏകദേശം 100 കിലോമീറ്റർ അകലെയുള്ള സീതാമർഹി ജില്ലയിലെ ദുംറ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയായിരുന്നു. പോലീസിന്റെ വാദപ്രകാരം ഈ കൊലപാതക കേസിലെ കുറ്റസമ്മതത്തിനായിട്ടാണ് ഇവരെ ചോദ്യം ചെയ്തത്. എന്നാൽ യാതൊരുവിധ മുൻകാല കുറ്റകൃത്യങ്ങളിലും പങ്കില്ലാത്ത തങ്ങളെ നിർബന്ധിതമായി കുറ്റം സമ്മതിപ്പിക്കാൻ പോലീസ് അതിക്രൂരമായി 3ാം മുറ പ്രയോഗിക്കുകയായിരുന്നുവെന്ന് കുടുംബം ആരോപിക്കുന്നു. ഏറ്റവും വിചിത്രം, ഇതിനെല്ലാം ഇടയാക്കിയ രാജേഷ് കുമാറിന്റെ ബൈക്ക് മോഷണത്തിലെയും അയാളുടെ കൊലപാതകത്തിന്റെയും യഥാർത്ഥ പ്രതികളെ ഇനിയും കിട്ടിയിട്ടില്ല എന്നതാണ്. നിരപരാധികളായ 2 യുവാക്കളെ ക്രൂരമായി പീഡിപ്പിച്ചു കൊലപ്പെടുത്തി വലിയൊരു വിവാദമായി മാറിയതോടെ യഥാർത്ഥ ബൈക്ക് മോഷണവും രാജേഷ് കുമാറിന്റെ കൊലപാതകവും രേഖകളിൽ ഉറങ്ങുകയാണ് ഉണ്ടായത്. ബീഹാറിലെ പോലീസ് ക്രൂരതയുടെയും വ്യാജ എൻകൗണ്ടറിന്റെയും ഏറ്റവും ഞെട്ടിക്കുന്ന മറ്റൊരു ഉദാഹരണമാണ് 2002 ഡിസംബർ 28 നടന്ന പാട്ന അഷ്യാന നഗർ വ്യാജ എൻകൗണ്ടർ. 3 നിരപരാധികളായ കോളേജ് വിദ്യാർത്ഥികളെ കൊള്ളക്കാരായി ചിത്രീകരിച്ച് പോലീസ് തലയ്ക്ക് വെടിവെച്ച് കൊന്ന ഈ സംഭവം അക്കാലത്ത് ബീഹാറിലുടനീളം വലിയ ജനരോഷത്തിനും അക്രമങ്ങൾക്കും കാരണമായിരുന്നു. പാട്ന എയിൻ കോളേജിലെ BSc ഇലക്ട്രോണിക് വിദ്യാർത്ഥി വികാസ് രഞ്ജൻ, ഇന്ത്യൻ നേവിയിലെ ഡൈവിംഗ് കോഴ്സിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥി പ്രശാന്ത് സിംഗ്, പിതാവിന്റെ മരണത്തെ തുടർന്ന് സർക്കാർ ജോലിയിൽ പ്രവേശിക്കാൻ കാത്തിരുന്ന ഹിമാൻഷു ശേഖർ എന്നിവരാണ് അന്ന് കൊല്ലപ്പെട്ടത്. ഇതിൽ പ്രശാന്ത് സിംഗ് പോലീസ് വെരിഫിക്കേഷനായി നാട്ടിലെത്തിയതായിരുന്നു. കേവലം 2 രൂപയുടെ തർക്കമാണ് ഈ കൊലകളിലേക്ക് നയിച്ചത്. അഷ്യാന നഗറിലെ സമ്മേളൻ മാർക്കറ്റിലുള്ള ഒരു STD ടെലിഫോൺ ബൂത്തിൽ വെച്ചായിരുന്നു സംഭവങ്ങളുടെ തുടക്കം. ഫോൺ കോൾ ചെയ്തതിനു ശേഷം 2 രൂപയുടെ അധിക ബില്ലിനെ ചൊല്ലി വിദ്യാർത്ഥികളും ബൂത്ത് ഉടമയായ കമലേഷ് കുമാറും തമ്മിൽ തർക്കമുണ്ടായി. തർക്കമൂത്തപ്പോൾ ബൂത്ത് ഉടമയും മാർക്കറ്റിലെ മറ്റ് 5 വ്യാപാരികളും ചേർന്ന് ഈ 3 വിദ്യാർത്ഥികളെയും മർദ്ദിക്കുകയും മാർക്കറ്റിൽ തടഞ്ഞു വെക്കുകയും ചെയ്തു. തുടർന്ന് ഇവർ ശാസ്ത്രിനഗർ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു. വിവരമറിഞ്ഞ് ശാസ്ത്രിനഗർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഷംസെ ആലം, കോൺസ്റ്റബിൾ അരുൺ കുമാർ സിംഗ് എന്നിവരോടൊപ്പം സ്ഥലത്തെത്തി. വ്യാപാരികൾ വിദ്യാർത്ഥികളെ പോലീസിന് കൈമാറി. എന്നാൽ വിദ്യാർത്ഥികളെ രക്ഷിക്കുന്നതിന് പകരം SHO ഷംസെ ആലം തൻ്റെ സർവീസ് റിവോൾവർ ഉപയോഗിച്ച് 3 വിദ്യാർത്ഥികളുടെയും തലയ്ക്ക് നേരെ അടുത്തു നിന്ന് വെടിയുതിർത്തു. ഇവർ അപകടകാരിയായ അശോക് നട്വ എന്ന ഗുണ്ടാ സംഘത്തിന്റെ ആളുകളാണെന്നും മാർക്കറ്റിൽ കൊള്ളയടിക്കാൻ ശ്രമിക്കുന്നതിനിടെയുണ്ടായ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടതെന്നുമാണ് പോലീസ് പിന്നീട് റിപ്പോർട്ട് ചമച്ചത്. കേസ് പിന്നീട് CBI ഏറ്റെടുത്തു. CBI അന്വേഷണത്തിലും കോടതി നിരീക്ഷണത്തിലും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. വിദ്യാർത്ഥികളുടെ പക്കൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നില്ല. വെറും 5 അടി ദൂരെ നിന്നാണ് വിദ്യാർത്ഥികൾക്ക് നേരെ വെടിയുതിർത്തതെന്ന് മെഡിക്കൽ റിപ്പോർട്ടിൽ വ്യക്തമായി. വലിയ കൊള്ളസംഘത്തെ വെടിവെച്ചു കൊന്നു എന്ന് കാണിച്ച് സർക്കാരിന്റെ ധീരതയ്ക്കുള്ള പുരസ്കാരം നേടിയെടുക്കാൻ വേണ്ടിയാണ് പോലീസ് ഇൻസ്പെക്ടർ ഈ വ്യാജ എൻകൗണ്ടർ ആസൂത്രണം ചെയ്തതെന്നും കോടതി കണ്ടെത്തി. 12 വർഷത്തെ വിചാരണയ്ക്ക് ശേഷം 2014 പാട്നയിലെ ഫാസ്റ്റ് ട്രാക്ക് കോടതി പ്രധാന പ്രതിയായ പോലീസ് ഇൻസ്പെക്ടർ ഷംസെ ആലത്തിന് വധശിക്ഷ വിധിച്ചു. കോൺസ്റ്റബിൾ അരുൺ കുമാറിനും വിദ്യാർത്ഥികളെ മർദ്ദിച്ച 6 വ്യാപാരികൾക്കും ജീവപര്യന്തം തടവ് ശിക്ഷയും നൽകി. എന്നാൽ തൊട്ടടുത്ത വർഷം ഈ കേസ് പരിഗണിച്ച പട്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് CBI സമർപ്പിച്ച കുറ്റപത്രത്തിൽ കൃത്യമായ തെളിവുകളുടെ കുറവുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഷംസെ ആലം ഉൾപ്പെടെയുള്ള 8 പ്രതികളെയും സംശയത്തിന്റെ ആനുകൂല്യം നൽകി വെറുതെ വിട്ടു. ഇത് വലിയ നിയമ സാമൂഹ്യ ചർച്ചകൾക്കും വീണ്ടും വഴിവെക്കുകയുണ്ടായി. 2002 ഡിസംബർ 23 ബീഹാറിലെ ബഗുസാരായ് ജില്ലയിലെ മഞ്ചൌളിൽ നടന്ന വ്യാജ എൻകൗണ്ടറും ഞെട്ടിക്കുന്നതായിരുന്നു. ക്രിമിനലുകളെന്ന് സംശയിച്ച് ഒരു വാഹനത്തിന് നേരെ പോലീസ് നടത്തിയ വെടിവയ്പിൽ 2 നിരപരാധികൾ കൊല്ലപ്പെടുകയും ഡ്രൈവർ ഉൾപ്പെടെ 2 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. മഞ്ചൌൾ സബ് ഡിവിഷണൽ പോലീസ് ഓഫീസറായിരുന്ന മഹേശ്വർ മഹ്തോ ആണ് ഈ ക്രൂരതയ്ക്ക് നേതൃത്വം നൽകിയത്. അദ്ദേഹത്തിന്റെ ഗാർഡുകളും പോലീസുകാരും ചേർന്നാണ് വാഹനത്തിന് നേരെ ഒരേ സമയം വെടിവയ്പ് നടത്തിയത്. ജില്ലാ മജിസ്ട്രേറ്റ് KP രാമയ്യ, SP കുമാർ രാജേഷ് ചന്ദ്ര എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന പ്രാദേശിക അന്വേഷണത്തിൽ SDPOയും സംഘവും കുറ്റക്കാരാണെന്ന് കണ്ടെത്തി.
പട്നയിലെ അഷിയാന നഗർ വ്യാജ എൻകൗണ്ടറിനൊപ്പം ഈ കേസും 2003 ഫെബ്രുവരിയിൽ CBI ഏറ്റെടുത്തു. നിരപരാധികളായ ആളുകൾ സഞ്ചരിച്ച വാഹനത്തിന് നേരെ യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് പോലീസ് വെടിവെച്ചതെന്നും CBI അന്വേഷണത്തിൽ വ്യക്തമായി. 1988 ബ്രിജ്ലാല പ്രസാദ് സിൻഹ കേസും സമാനമായിരുന്നു. ഒരു കവർച്ചാ സംഘത്തെ വെടിവെച്ചു കൊന്നു എന്നായിരുന്നു ഈ കേസിൽ ബീഹാർ പോലീസ് അവകാശപ്പെട്ടത്. പ്രതികളിൽ നിന്ന് നാടൻ തോക്കുകൾ കണ്ടെടുക്കുകയും ചെയ്തതായും പോലീസ് പറഞ്ഞു. ഫോറൻസിക് പരിശോധനയിൽ പോലീസ് വാദങ്ങൾ പൂർണ്ണമായും വ്യാജമാണെന്ന് സുപ്രീം കോടതി കണ്ടെത്തി. പോയിന്റ് ബ്ലാങ്കിൽ നിന്നാണ് വെടിവെയ്പ് നടന്നത്. കൂടാതെ കള്ളന്മാരുടേതെന്ന് പറഞ്ഞ് പോലീസ് ഹാജരാക്കിയ തോക്കുകൾ വർഷങ്ങളായി പ്രവർത്തിക്കാത്തവയായിരുന്നു. ബീഹാറിലെ ഗ്യാങ്ങുകളെ അമർച്ച ചെയ്യാൻ രൂപീകരിച്ച സ്പെഷ്യൽ ഫോഴ്സ് നദികളിലെ ദ്വീപുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കവർച്ചാ സംഘങ്ങൾക്കെതിരെ പലപ്പോഴും വൻതോതിൽ ആയുധങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ബീഹാറിലെ വൻകിട കവർച്ചാ സംഘങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കടക്കുമ്പോഴും ഇത്തരത്തിൽ വെടിയേറ്റ് കൊല്ലപ്പെടാറുണ്ട്. ബീഹാറിലെ കുപ്രസിദ്ധ കൊള്ളക്കാരൻ രഞ്ജൻ പഥകിന്റെ സംഘത്തെ ഡൽഹി പോലീസും ബീഹാർ പോലീസും ചേർന്ന് നടത്തിയ ഒരു സംയുക്ത ഏറ്റുമുട്ടലിൽ വെടിവെച്ചു കൊന്നിരുന്നു. വിവരാവകാശ നിയമപ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം 2000 മുതൽ 2017 വരെയുള്ള കാലയളവിൽ ബീഹാറിൽ 74 വ്യാജ എൻകൗണ്ടർ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വ്യാജ എൻകൗണ്ടറുകൾ നടന്ന സംസ്ഥാനങ്ങളിൽ ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ് എന്നിവയ്ക്ക് പിന്നിൽ 3-ാം സ്ഥാനത്താണ് ബീഹാർ. ഉത്തർപ്രദേശിൽ 794 ആണെങ്കിൽ ആന്ധ്രാപ്രദേശിൽ അത് 94 കേസുകളാണ്. ഇത് പരിശോധിക്കുമ്പോൾ ബീഹാറിൽ 4.5% മാത്രമാണ് കേസുകൾ. കൂടാതെ 1998 മുതൽ 2018 വരെയുള്ള 20 വർഷത്തിനിടയിൽ എൻകൗണ്ടറുകളിൽ ബീഹാറിൽ 48 മരണങ്ങൾ സംഭവിച്ചതായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. അടുത്ത കാലത്തായി കുറ്റവാളികളെയും കള്ളക്കടത്തുകാരെയും നേരിടാൻ ബീഹാർ പോലീസ് ഹാഫ് എൻകൗണ്ടർ രീതി വ്യാപകമാക്കിയിട്ടുണ്ട്. ഇതിൽ പ്രതികളുടെ ജീവനെടുക്കാതെ കാലുകൾക്ക് താഴേക്ക് വെടിവെച്ച് പരിക്കേൽപ്പിച്ച് കീഴ്പ്പെടുത്തുന്നു. ഇത്തരം എൻകൗണ്ടറുകൾ വ്യാജമാണെന്നും ജാതി അടിസ്ഥാനമാക്കിയാണ് പോലീസ് പ്രതികളെ ലക്ഷ്യമിടുന്നതെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. ഇതും വലിയ രാഷ്ട്രീയ നിയമവിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. മനുഷ്യാവകാശങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള ഇത്തരം മൂന്നാം മുറകൾക്കെതിരെയും നിർബന്ധിത കുറ്റസമ്മതങ്ങൾക്കെതിരെയും പട്ന ഹൈക്കോടതിയും മനുഷ്യാവകാശ കമ്മീഷനും പലതവണ ബീഹാർ പോലീസിനെ രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. ജാതി രാഷ്ട്രീയം തിളച്ചു നിൽക്കുന്ന പ്രദേശമാണ് ബീഹാർ. ഒരാൾ ജനിക്കുന്നത് തൊട്ട് മരിക്കുന്നത് വരെ സകലതിലും ജാതിയും മതവും പുളച്ചു നിൽക്കുന്ന നാട്. ജംഗൽ രാജിൽ നിന്ന് മോചിപ്പിച്ച് ബീഹാറിൽ ഒരു പരിധിവരെ ക്രമസമാധാനം കൊണ്ടുവരാൻ നിതീഷ് കുമാറിന് കഴിഞ്ഞിരുന്നു. ഇപ്പോൾ നിതീഷിന് ശേഷം BJP മുഖ്യമന്ത്രി സമ്രാട് ചൗധരി അധികാരമേറ്റതോടെ അതിശക്തമായ നടപടികൾ ക്രിമിനൽ സംഘങ്ങൾക്കെതിരെ തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ ഇത് വ്യാപകമായ വിവേചനത്തിനും ജാതി സ്പർദ്ധയ്ക്കും വഴിതെളിക്കുമെന്നും ആക്ഷേപമുണ്ട്. ഉത്തർപ്രദേശ് മാതൃകയിൽ കുറ്റവാളികളെ അടിച്ചമർത്താൻ ബീഹാർ പോലീസ് കൊണ്ടുവന്ന അനൌദ്യോഗിക സംവിധാനമാണ് ഓപ്പറേഷൻ ലങ്ഡ. ഇതിലൂടെ പിടികിട്ടാപ്പുള്ളികളായ പ്രതികൾ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ പോലീസ് അവരുടെ കാലുകൾക്ക് താഴേക്ക് വെടിവെക്കുന്ന ഹാഫ് എൻകൗണ്ടർ നടത്തുന്നു. സമീപകാലത്ത് പട്ന, സിവാൻ, നവാദ, സമസ്തിപൂർ തുടങ്ങിയ ജില്ലകളിൽ നിരവധി ഹാഫ് എൻകൗണ്ടറുകൾ നടന്നു. ഇതിൽ പരിക്കേറ്റവരിൽ ഭൂരിഭാഗവും പിന്നോക്ക ജാതികളിൽ നിന്നോ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നോ ഉള്ളവരാണെന്നത് വിവാദങ്ങൾക്ക് ആക്കം കൂട്ടി. പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവ് ഓപ്പറേഷൻ ലങ്ഡയ്ക്കെതിരെ പ്രതികരിച്ചു കഴിഞ്ഞു. പോലീസും സർക്കാരും കുറ്റവാളികളുടെ ജാതി നോക്കിയാണ് എൻകൗണ്ടറുകൾ നിശ്ചയിക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. സംസ്ഥാനത്ത് ഒരു പ്രത്യേക ജാതി പേരുകളുള്ള, പ്രത്യേകിച്ച് യാദവ സമുദായത്തിൽപ്പെട്ട കുറ്റവാളികളെ മാത്രം തിരഞ്ഞുപിടിച്ച് പോലീസ് കാലിൽ വെടിവെക്കുന്നു എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ പ്രധാന ആക്ഷേപം. സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന മറ്റു ഉയർന്ന ജാതിയിൽപ്പെട്ട കുറ്റവാളികൾക്കെതിരെ പോലീസ് ഇത്തരം കടുത്ത നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നും അവർ ആരോപിക്കുന്നു. ജാതി അടിസ്ഥാനമാക്കിയാണ് എൻകൗണ്ടറുകൾ നടക്കുന്നത് എന്ന ആരോപണത്തെ ബീഹാർ മുഖ്യമന്ത്രി സമ്രാട് ചൗധരി ശക്തമായി തള്ളിക്കളഞ്ഞു. പോലീസ് വെടിയുതിർക്കുന്നതിന് മുൻപ് കുറ്റവാളികളോട് ജാതി ചോദിക്കണമെന്നാണോ ഇവർ പറയുന്നതെന്ന് അദ്ദേഹം പരിഹാസപൂർവ്വം പ്രതികരിക്കുകയുണ്ടായി. കുറ്റവാളികൾക്ക് ജാതിയോ മതമോ ഇല്ലെന്നും ക്രമസമാധാനം ഉറപ്പാക്കുക മാത്രമാണ് പോലീസിന്റെ ലക്ഷ്യമെന്നുമാണ് സർക്കാരിന്റെ ഔദ്യോഗിക നിലപാട്. പക്ഷേ ദേശീയ മനുഷ്യാവകാശ സംഘടനകളും ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക നിരീക്ഷകരും ഇന്ത്യയിലെ ഹാഫ് എൻകൗണ്ടർ രീതികൾ പലപ്പോഴും ദളിത്, OBC ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെ അസമത്വത്തോടെ പ്രയോഗിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിയമപരമായ വിചാരണകൾക്ക് വിധേയമാക്കാതെ പോലീസ് തന്നെ ശിക്ഷ നടപ്പാക്കുന്ന ഇത്തരം രീതികൾ ജാതിയുമായ പ്രതികാരങ്ങൾക്ക് ആയുധമാക്കപ്പെടുന്നു എന്നാണ് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത്.